ഹൈ കൂട്ടുകാരി, അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ പേ ഔട്ട് എവിടെയാണെന്ന് നിങ്ങൾക്കാർക്കും കാണുന്നില്ല അല്ലേ? നമുക്ക് പല ആളുകൾക്കും ചിലപ്പോൾ നമ്മൾ പേ ഔട്ട് സെറ്റ് ചെയ്ത സമയത്ത് അവിടെ തെറ്റിപ്പോയിട്ടുണ്ടാവും, ശരിയല്ലേ? പല ആളുകൾക്കും ഉണ്ടാവും. അപ്പോൾ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എവിടെ പോയിട്ട് അത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം എന്നതാണ് ഇന്നത്തെ ടോപ്പിക്ക്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമ്മൾ താഴേക്ക് ട്രോൾ ചെയ്ത് വരുമ്പോൾ അവിടെ കിടക്കുന്ന കാണും അതർ ടൂൾസ് എന്ന് പറഞ്ഞൊരു സംഭവം. ആ അതർ ടൂൾസിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതർ ടൂൾസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ വേറൊരു പേജിലേക്കായിരിക്കും പോവുക. അവിടെ കാണാം പേ ഔട്ട് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, നിങ്ങൾ അതിൽ തൊടുക. അതിൽ തൊട്ടതിന് ശേഷം നെക്സ്റ്റ് പോകുന്ന സമയത്ത് അവിടെ മുകൾ ഭാഗത്തായിട്ട്, അതായത് ട്രാൻസാക്ഷൻ്റെ എല്ലാ സംഭവങ്ങളാണ്, അതിൻ്റെ തൊട്ട് മേലെ കാണാം നമ്മുടെ പ്രൊഫൈൽ ഐക്കൻ്റെ തൊട്ടടുത്ത് ഒരു സെറ്റിങ്സിൻ്റെ ചിഹ്നം. സെറ്റിങ്സ് ചിഹ്നം നിങ്ങൾ ടച്ച് ചെയ്യുക. അത് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, നെക്സ്റ്റ് പേജിലേക്ക് പോകും. അവിടെ കാണാം നിങ്ങൾ ഏതെല്ലാം ഇതിൽ നിന്ന് ഏണിങ്സ് ലഭിക്കുന്നുണ്ട്, ഏത് ആഡ്സ് ആൻഡ് റീൽസ്, പിന്നെ മോണിറ്റൈസേഷൻ, പിന്നെ കണ്ടൻറ് മോണിറ്റൈസേഷൻ, അങ്ങനെ പലതിൽ നിങ്ങൾക്ക് ഏതൊക്കെ ഐറ്റംസിലാണ് നിങ്ങൾക്ക് ഏണിങ്സ് ലഭിക്കുന്നതെന്ന് മനസ്സിലാവും. അപ്പോൾ നിങ്ങളതിൽ നോക്കുക, ഓരോന്നിൽ ടച്ച് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഇന്ന കാര്യം കൊണ്ടാണ് എനിക്ക് ക്യാഷ് കയറുന്നത് എന്ന്. അതൊന്ന്. അപ്പോൾ നിങ്ങൾ നേരെ താഴേക്ക് വരിക. താഴേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള ബാങ്ക് ഡീറ്റെയിൽസ്, മറ്റുള്ള കാര്യങ്ങളെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഫോൺ നമ്പർ, നമ്മുടെ ഇമെയിൽ ID എല്ലാം കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് മാറ്റാൻ പറ്റാത്തത് എന്തൊക്കെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് നമ്മുടെ ഫസ്റ്റ് ടൈം ലാസ്റ്റ് ടൈം, പിന്നെ നമ്മൾ ബിസിനസ് ടൈപ്പ് തെറ്റായിട്ട് കൊടുത്ത ആളുകളുണ്ട്. ഇൻഡിവിജ്വൽ അല്ലാതെ ഞാൻ കൊടുത്തത് തെറ്റായിരുന്നു, ഞാൻ ഇപ്പോഴാണ് അത് തിരുത്തിയത്, അതും കൂടി പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ തെറ്റായിട്ടുള്ള ആളുകളാണെങ്കിൽ അത് നമുക്ക് തിരുത്താൻ പറ്റില്ല അവിടെ ഒന്ന്. പിന്നെ നമ്മൾ പാൻ കാർഡ് നമ്പർ കൊടുത്തിട്ടുണ്ടാവും. പാൻ കാർഡ് നമ്പർ നമുക്ക് തിരുത്താൻ പറ്റില്ല. ഇത് നമുക്ക് തിരുത്തണമെങ്കിൽ മറ്റൊരു കാര്യം കൂടി നമ്മൾ ചെയ്യണം. അതിനുശേഷം ഇത് തൊട്ട് താഴെക്കാണ് നമ്മൾ കൊടുത്ത ഫോൺ നമ്പർ, പിന്നെ ഇമെയിൽ ID, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ 1 by 1 ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് മാറ്റാം. നിങ്ങളുടെ ഫോൺ നമ്പർ മാറ്റാം, ബാങ്ക് പിന്നെ ഇത് എന്താണ് ഇമെയിൽ ID മാറ്റാം, എല്ലാം മാറ്റാം അവിടെ. പക്ഷേ നമ്മൾ മുകളിൽ കൊടുത്തിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്താലും നമുക്ക് നമ്മുടെ ഫോണിൽ നിന്നോ സെറ്റിങ്സിൽ നിന്നോ മാറ്റാൻ പറ്റുന്നതല്ല. അപ്പോൾ അതിന് എന്ത് ചെയ്യണം? ഇപ്പോൾ ബിസിനസ് ടൈപ്പ് കൊടുത്ത് തെറ്റിയ ആളുകളുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്ന് ചോദിച്ച് നമ്മൾ റിക്വസ്റ്റ് അയക്കണം. അത് ഫേസ്ബുക്കിൻ്റെ പിന്നെ ഫേസ്ബുക്ക് ടീമിന് നമ്മൾ റിക്വസ്റ്റ് അയക്കണം. അതായത് അയക്കേണ്ട രീതി ഇങ്ങനെയാണ്. അന്ന് എനിക്ക് അറിവില്ലായിരുന്നു എന്താണ് കൊടുക്കേണ്ടത്, അപ്പം ഞാൻ അങ്ങനെ ഇന്ന രീതിക്ക് കൊടുത്തുപോയി, എൻ്റെ അടുത്തൊരു അബദ്ധം പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം. ഇനി മുതൽ എൻ്റെ ഈ ഒരു സംഭവത്തിൽ നിന്നും എന്നെ ഇൻഡിവിജ്വൽ എന്ന ആ ഒരു ഇതിലേക്ക് മാറ്റിത്തരണം. നമുക്ക് ഏകദേശം അറിയുന്ന ആ ഒരു രീതിക്ക് നമ്മളൊന്ന് റിക്വസ്റ്റ്. നിങ്ങൾക്ക് അഥവാ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മെറ്റായോട് ചോദിക്കാം. ഓക്കെ, അസിസ്റ്റൻറ്റ് മെറ്റായോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും കിട്ടും. നമുക്ക് അവിടെ തന്നെ അത് ചോദിക്കാനുള്ള ഓപ്ഷനും അവരത് എഴുതി തരാനുള്ള ഓപ്ഷനും അവിടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ദയവ് ചെയ്ത് ആർക്കെങ്കിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് പോയിക്കോളൂ. അല്ലാതെ ഇനി ഓടിപ്പാഞ്ഞ് നടന്നൊരു കാര്യം എൻ്റെതിപ്പോൾ കറക്റ്റ് ആക്കിയിട്ടോ. ഞാൻ ഇത്രയും ദിവസം ശ്രദ്ധിച്ചിട്ടില്ല, സത്യം പറയും. ഞാൻ തെറ്റിയിട്ട് കുറേ ആയി. പക്ഷെ ഞാൻ പിന്നെ അത് മൈൻഡാക്കുന്നില്ല. എനിക്ക് പിന്നെ ക്യാഷ് കയറും. പക്ഷേ ക്യാഷ് കയറുന്നു കുറച്ചേ കയറിയിരുന്നുള്ളൂ. ചിലപ്പോൾ ഒരു മാസം കയറില്ല, പിറ്റത്തെ മാസം കയറും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണ് ഞാൻ ഇത്രയും ഇട്ട പോസ്റ്റുകൾക്കൊന്നും പൈസ കയറാത്തത്. പക്ഷെ അത് പോകുന്നത് വേറെ വഴിക്കായിരുന്നു. ഇനിയിപ്പോൾ അത് തിരിച്ചു കിട്ടൂല. ആദ്യത്തൊക്കെ എനിക്ക് കിട്ടിയിരുന്നു. ആദ്യം എനിക്ക് ഒറ്റയടിക്ക് നല്ലൊരു എമൗണ്ടാണ് കിട്ടിയത്. അതൊരു 30ൻ്റെ മേലെ കിട്ടിയൊരു എമൗണ്ട്. അതെനിക്ക് ഭയങ്കര സന്തോഷം. ഫസ്റ്റ് എമൗണ്ട് എനിക്ക് അത്രയാണ് കിട്ടിയത്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യേണ്ട ഒറ്റ കാര്യം ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞത് 1 by 1 ആയിട്ട് നോക്കി അതിലേക്ക് കയറിപ്പോയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ തെറ്റ് തിരുത്തുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റ് ഇഷ്ടമായിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം, ഷെയർ ചെയ്യാം. മറ്റുള്ളവരിലേക്ക് ഈ ഒരു അറിവ് എത്തിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ കമൻറ്റ് ഇടണമെന്ന് ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് ലൈക്ക് അടിച്ചു പോകാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ഇടാം. ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം. ഞാൻ ഒരുപാട് വീഡിയോസ് ഉണ്ട്. ആരും സത്യം പറയണേ എനിക്ക് സപ്പോർട്ട് തരില്ല. ഒരുപാട് പേര് സപ്പോർട്ട് തന്നിട്ടുണ്ട്. പക്ഷേ പല ആളുകളും നോക്കി അങ്ങ് പോയിട്ടേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യും. ഓക്കെ, ബൈ.